എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 2094 ദിവസമാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ശ്രീ ഷാലു രാജനാണ്. ഷാലു രാജൻ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ, റൈറ്റർ, യൂട്യൂബർ ഒക്കെയാണ്. റൈറ്റർ ആണെന്ന് ഒന്നുകൂടി തെളിയിക്കുന്ന ഒരു നിമിഷം കൂടിയാണ് ഇന്ന്. ശ്രീ ഷാലു രാജന്റെ പുസ്തക പരിചയം നടത്തുന്ന ഈ വേളയിൽ സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടർമാരെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഷാലു രാജൻ നല്ല ഒരു നിങ്ങൾക്കുമാകാം ഹീറോ എന്നുള്ള ഒരു പുസ്തകമാണ് എഴുതി ഒന്നുകൂടി നല്ലൊരു റൈറ്റർ ആണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമൊക്കെ ആലുവയിൽ വെച്ച് നടന്നു. ആ പുസ്തകത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്ന പ്രത്യേക പ്രോഗ്രാമാണിന്ന്. ശ്രീ ഷാലു രാജനെ വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ധനേഷിലൊക്കെ പോയ ഷാലു രാജൻ, നമുക്ക് ആരംഭിക്കാം. എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓഡിബിൾ, വിസിബിൾ എല്ലാം കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു അവസരം വീണ്ടും IFPH എനിക്ക് കിട്ടിയതിനുള്ള ഒരു സ്നേഹം എല്ലാവരോടും ഞാൻ അറിയിക്കുകയാണ്. അപ്പോ ഞാൻ ഒരു പുസ്തകം എഴുതുകയുണ്ടായി, നിങ്ങൾക്കുമാകാം ഹീറോ എന്ന് പറയുന്ന എന്ന രീതിയിൽ തന്നെയാണ് ഞാനൊരു പുസ്തകം എഴുതിയത്. അത് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പുസ്തകമായിട്ടാണ് ഞാനിത് എഴുതിയിട്ടുള്ളത്. അപ്പൊ അതില് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതായത് ഈ ഒരു പുസ്തകത്തിന്റെ സീഡ് എന്ന് പറയുന്നത്, ഞാനും ഒരു സമയത്ത് നേരിട്ട കുറച്ച് സ്ട്രഗിളിങ്സ്, അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതായത് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ വിഷമിച്ച് നിൽക്കുന്ന സമയമുണ്ട്. ആ ഒരു സമയം എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് അതെങ്ങനെയാണ് എനിക്കത് മാനേജ് ചെയ്യാൻ കഴിഞ്ഞത്. പിൽക്കാലത്ത് ആ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ എക്സ്പീരിയൻസ് നമുക്ക് സമ്മാനിക്കുകയുണ്ടായി. അപ്പൊ അതാണ് ഇതിന്റെ ഒരു സീഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഈ പുസ്തകം എഴുതാൻ തോന്നി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോകത്തിലുള്ള സകല ചരാചരങ്ങളെ നോക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഒരു ലക്ഷ്യം നൽകിയാണ് ഈ ലോകത്തിലേക്ക് അയച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷെ ആ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച് അത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അവനവന്റെ ഉത്തരവാദിത്തമാണ്. ഒരു സമയത്ത് ഞാൻ തന്നെ എന്നോട് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അതൊരു നെഗറ്റീവായിട്ടുള്ള ഒരു തലത്തിലാണ്. ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടത്? ഒരു ഉപകാരവും എന്നെ കൊണ്ട് ഉണ്ടാവുന്നില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിരുന്ന ഒരു സമയം. അപ്പോ ഈ ഭൂമിയിലേക്ക് എന്നെ അയച്ചതിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളത് ഞാൻ ദൈവവുമായിട്ട് പലപ്പോഴും തീർത്തിട്ടുണ്ട്. കാരണം എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടും ജീവിതം അങ്ങോട്ട് പച്ച പിടിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അങ്ങനെയുള്ള ആ ഒരു സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ചപ്പോൾ പിന്നീട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഉത്തരമൊക്കെ കിട്ടുകയുണ്ടായി. ഇതൊക്കെ എന്റെ ജീവിതത്തിൽ എന്നെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ ഒരു സാഹചര്യങ്ങളിലൂടെയൊക്കെ എന്നെ കടത്തിവിട്ടത് എന്ന് വളരെ ആത്മവിശ്വാസത്തോടെ നമുക്ക് തല ഉയർത്തി നിന്ന് ചിന്തിക്കുവാനുള്ള ഒരു അവസരം ദൈവം നമുക്ക് നൽകിയുണ്ടായി. അപ്പൊ അത് മറ്റുള്ളവർ കൂടി അത് മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ ഒരുപാട് ആത്മവിശ്വാസമില്ലാതെ ജീവിക്കുന്ന, ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇനി ലക്ഷ്യമൊക്കെ ഉണ്ടായിട്ടും ഒരുപാട് ഐഡിയ ഒക്കെ ഉണ്ട്, ആശയമൊക്കെ ഉണ്ട്, പക്ഷേ ജീവിതത്തിൽ അത് അങ്ങോട്ട് പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ല. ഒരു രീതിയിലും അങ്ങോട്ട് മലയാളത്തിൽ പച്ച പിടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ. അപ്പൊ അവരെയൊക്കെ പ്രചോദിപ്പിക്കുന്ന രീതിയിലാണ് ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. ഈ പുസ്തകം ആരെ സഹായിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കൊച്ചുകുട്ടി മുതൽ, അതായത് ഇപ്പം പരീക്ഷകളെ ഫേസ് ചെയ്യുന്ന, ഇന്റർവ്യൂസിനെ ഫേസ് ചെയ്യുന്ന ആളുകൾ മുതൽ ഇനിയിപ്പോ റിട്ടയർഡ് ലൈഫ് നയിച്ചുകൊണ്ടിരിക്കുന്ന, ഇനി എന്ത് ചെയ്യണമെന്ന് അവർക്കും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ്. റിട്ടയർഡ് ഒക്കെ ആയാലും ഞാൻ എന്താണ് ചെയ്യേണ്ടത്,
അങ്ങനെ വരെ ചിന്തിക്കുന്ന ആളുകളെ പോലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലാണ് ഈ പുസ്തകം ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്ന് പലരും പുറമെ ഈ സ്ട്രോങ് ആണെന്ന് അഭിനയിച്ച് കാണിക്കുമെങ്കിലും പലരും ഈ മനസ്സിൽ കൺഫ്യൂസ്ഡ് ആണ്, ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവരാണ്. അപ്പൊ ആ കൺഫ്യൂഷനൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യുവാനായിട്ട് ഈ ഒരു പുസ്തകത്തിലൂടെ സാധിക്കുന്നതാണ്. ഇനി എന്തായാലും ഈ പുസ്തകത്തിന്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നിങ്ങൾക്കും ആകാം ഹീറോ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകത്തിന് അവതാരിക തയ്യാറാക്കിയിട്ടുള്ളത് ആത്മീയ ഗുരുവായിട്ടുള്ള ഡോക്ടർ ബ്രഹ്മശ്രീ മോഹൻജിയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, എങ്കിലും 2024 ലോകത്തെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള 100 വ്യക്തിത്വങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിലൊരു വ്യക്തിത്വമാണ് നമ്മുടെ ബ്രഹ്മശ്രീ മോഹൻജി എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ ബുക്കിന്റെ കവർ പേജ് ലോഞ്ച് ചെയ്തതും. അതുപോലെ തന്നെ ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ആലുവയിലുള്ള വൺസ് അപ്പോൺ എ ടൈം എന്ന് പറയുന്ന പബ്ലിഷേഴ്സ് ആണ്. പുസ്തകത്തിന് ആകെ 5 ഭാഗങ്ങളാണുള്ളത്. ഈ 5 ഭാഗങ്ങളിലായിട്ട് മൊത്തത്തിൽ 57 അധ്യായങ്ങളാണുള്ളത്. ഇനി നമുക്ക് ഒന്നാമത്തെ ഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ ഒന്നാമത്തെ ഭാഗത്തിൽ കൊടുത്തിട്ടുള്ള 21 അധ്യായങ്ങൾ എന്ന് പറയുന്നത് സമ്പൂർണ്ണ വിജയത്തിനായിട്ട് ഒരു തുടക്കം എന്നുള്ളതാണ്. അതല്ല, ഒന്നാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഈ നമ്മുടെ വലിപ്പം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന കാര്യങ്ങളുടെ വലിപ്പമാണ്. അതായത് ഫിസിക്കലി നമ്മളിപ്പോ എത്ര വലിപ്പമുള്ളവരാണെങ്കിലും 6 അടി 7 അടി 8 അടി പൊക്കമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ മനസ്സിന്റെ വലിപ്പമാണ് നമ്മുടെ ജീവിതത്തിന്റെ വലിപ്പം എന്താണെന്നുള്ളത് നിർണ്ണയിക്കുന്നത്. ഇപ്പം പഴയൊരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്, ഈ കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നുമണിയോളം കിട്ടുകയുള്ളൂ. ആശയപരമായിട്ട് നമുക്ക് അതിനോട് യോജിക്കാം. പക്ഷേ ഞാൻ അതിനെ ഒന്ന് തിരുത്തി പറയുകയാണ്. കുന്നോളം ആഗ്രഹിച്ചാല് നമുക്ക് കുന്നോളം കിട്ടും, കുന്നുമണിയോളം ആഗ്രഹിച്ചാല് നമുക്ക് കുന്നുമണിയോളം കിട്ടും. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം തന്നെയാണ് നമ്മുടെ IFPH എന്ന് പറയുന്നത്. അതായത് ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി എന്നുള്ള രീതിയിലേക്ക് ഇത് വളരുവാൻ, ഇതിന്റെ ഒരു കൺസെപ്റ്റ് വരുവാനുണ്ടായ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കോവിഡിന്റെ ആ ഒരു സമയത്താണ് ഈ ഒരു പ്രസ്ഥാനം നിലവിൽ വരുന്നത്. അപ്പൊ അതിന്റെ ആദ്യത്തെ മീറ്റിംഗിൽ ഞാനും ഉണ്ടായിരുന്നു. അന്ന് നമുക്കൊരിക്കലും അത് കേരളത്തിലുള്ള 14 ജില്ലകളെ കണക്ട് ചെയ്യുക എന്നുള്ളതൊന്നും അല്ലായിരുന്നു നമ്മുടെ ഒരു ഉദ്ദേശ്യം. അതിനെ എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യാമോ, അതായത് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളെയും ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാമെങ്കിൽ അത്രയും നല്ല രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി എന്നുള്ള ഒരു രീതിയിലേക്ക് ഈ ഓർഗനൈസേഷൻ വളരുകയുണ്ടായത്. അതായത് മനസ്സിൽ നമ്മൾ വലുതായി സ്വപ്നം കണ്ടു. അപ്പൊ വലുതായി സ്വപ്നം കണ്ടപ്പോൾ അതിനനുസരിച്ച് ഇന്ന് ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് നമ്മുടെ ഈ ഓർഗനൈസേഷനെ നമുക്ക് വളർത്തുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോ ഞാനത് നമുക്ക് ഏറ്റവും ഉദാഹരിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ IFPH എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. ഇപ്പൊ മറ്റുള്ളവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിൽ ഇപ്പോൾ ഈ മറ്റു ആളുകളുമായിട്ട് സംസാരിക്കുവാൻ പേടിയുള്ള ആൾക്കാർ, ഞാൻ അവരോട് പറയാറുണ്ട്, ആ ഒരു പേടിയിൽ നമുക്ക് പുറത്തു കിടക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ അതിനെ വലുതായി കാണുക. അതായത് നിങ്ങൾ ഒരു 1000 പേരുള്ള ഒരു സദസ്സിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ വലുതായി നമുക്ക് കാണുമ്പോൾ നമ്മുടെ മനസ്സത് കൊണ്ട് അക്സെപ്റ്റ് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഒരാളോടോ 2 പേരോടോ 3 പേരോടോ 10 പേരോടോ സംസാരിക്കുന്ന നമുക്ക് വലിയ പ്രശ്നമല്ലാതായി മാറും. അതെന്റെ ജീവിതം കൊണ്ട് എനിക്ക്, എന്റെ കരിയർ കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മൾ കാണുന്ന രീതിയിലുള്ള സമ്പത്തും സമൃദ്ധിയും അല്ലെങ്കിൽ അറിവും വിദ്യാഭ്യാസവും എല്ലാം നമുക്കുണ്ട്. നമ്മുടെ മനസ്സിൽ എവിടെ വരെ നമ്മൾ കണ്ടിട്ടുണ്ടോ അവിടെ വരെ മാത്രമേ നമുക്ക് വളരുവാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇപ്പൊ കരിയറിൽ നമ്മൾ എവിടെ വരെ എത്താൻ ആഗ്രഹിച്ചിട്ടുണ്ടോ അവിടെ വരെ നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് ആകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സമ്പത്തിനെ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എത്രത്തോളം സമ്പത്ത് ഉണ്ടാക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ അത്രയും സമ്പത്ത് നമുക്കിന്നുണ്ട്. അടുത്ത കാലത്ത് ഒരു ലോട്ടറി അടിച്ച ഒരാൾ എന്നോട് അദ്ദേഹത്തിന് കഥ പറയുകയുണ്ടായി. അദ്ദേഹത്തിന് ലോട്ടറി ഒക്കെ അടിക്കുകയുണ്ടായി, നല്ല സമ്പാദ്യമൊക്കെ അദ്ദേഹത്തിന് വന്നു ചേർന്നു. പക്ഷെ കുറച്ച് നാളുകൾ കൊണ്ട് അദ്ദേഹത്തിന് അത് മുഴുവൻ നഷ്ടപ്പെട്ടു. അതിൽ ആദ്യം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എന്റെ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള സമ്പത്തല്ല എന്റെ ജീവിതത്തിലേക്ക് വന്നത്. ആ സമ്പത്ത് എന്റെ ജീവിതത്തിൽ, ആ ലോട്ടറിയിൽ നിന്ന് കിട്ടിയ പണം എന്റെ കയ്യിലേക്ക് വന്നപ്പോ എനിക്കതിനെ എങ്ങനെ ഉപയോഗിക്കുവാൻ അറിയില്ല, എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം വന്നെത്തിച്ചേർന്നു. അദ്ദേഹത്തിന് അത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ടു. ഈ സമ്പാദ്യം ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകുമോ എന്ന് അദ്ദേഹം ഭയന്നു. എന്തായാലും കുറച്ച് നാളുകൾക്കകം തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വന്ന സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടുകയുണ്ടായി. അപ്പൊ അവിടെ അദ്ദേഹം തന്നെ മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം, എന്റെ മനസ്സിൽ ഞാൻ അതിനെ വലുതായി കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ എത്രത്തോളം കണ്ടിട്ടുണ്ടോ അത്രമാത്രമേ എനിക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇത് കുറച്ചുകൂടി ഇതായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു പിഞ്ഞാണമുണ്ട്.
ആ പിന്നാണവുമായിട്ട് നമ്മൾ ബിരിയാണി ചെമ്പിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അപ്പൊ ബിരിയാണി കോരിയിട്ട് തരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾ എത്ര നമ്മുടെ പിന്നാണത്തിലേക്ക് കോരിയിട്ട് കഴിഞ്ഞാലും ആ പിന്നാണത്തിൽ കൊള്ളുന്നത് മാത്രമേ നമുക്ക് സ്വന്തമാക്കാൻ കഴിയുള്ളൂ. അതിന് വലിയൊരു സ്റ്റീൽ ചരവുമായിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ബിരിയാണിയുമായിട്ട് നമുക്ക് മടങ്ങി വരുവാൻ കഴിയും. ഇതുപോലെ തന്നെയാണ് നമ്മൾ പ്രപഞ്ചത്തോട് എന്ത് ചോദിക്കുന്നു, നമ്മുടെ മനസ്സിൽ എത്രത്തോളം വലുതായി കാണുന്നുവോ അത്രത്തോളം വലുപ്പത്തിൽ തന്നെ പ്രപഞ്ചം അല്ലെങ്കിൽ ദൈവം നമ്മളിലേക്ക്, അത് സമൃദ്ധിയാണെങ്കിലും അറിവാണെങ്കിലും സമ്പത്താണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും ആ രീതിയിൽ തന്നെ നമുക്ക് തരുമെന്നുള്ളത് വളരെ വിശദമായിട്ട് തന്നെ ആ 1-ാമത്തെ അധ്യായത്തിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2-ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഹെഡിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആത്മസംതൃപ്തി എന്ന് പറയുന്ന ഘടകം നമ്മളെ ഏറ്റവും വലിയ ഹീറോ ആക്കും എന്നുള്ളതാണ്. അതായത് ഈ മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ഒരു സൈക്കോളജി അനുസരിച്ച് പറയുകയാണെങ്കിൽ ഒരു കാര്യത്തിൽ അവൻ എപ്പോഴും തൃപ്തരായിരിക്കില്ല. മനുഷ്യനെ സംബന്ധിച്ച് ഇപ്പോൾ ഇരിക്കുന്ന കാര്യം എന്താണോ അതിനേക്കാൾ പുതിയതിനെ അവൻ തേടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു വാഹനം ഉണ്ടെങ്കിൽ അതിനേക്കാൾ മികച്ചൊരു വാഹനം, ഇപ്പൊ നമുക്കുള്ള വീട് അതിനേക്കാൾ മികച്ചൊരു വീട്, ആ ഒരു രീതിയിലായിരിക്കും മനുഷ്യൻ എപ്പോഴും ഇത് തേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മനുഷ്യന്റെ ആത്മസംതൃപ്തി എന്ന് പറയുന്ന ഘടകം മനുഷ്യനിൽ ഇല്ലാതെ വരുന്നു. അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയങ്ങൾക്ക് കാരണം, അല്ലെങ്കിൽ വിഷമത്തിനോ നിരാശയ്ക്കോ കാരണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ ഭാഗത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ പറയുന്ന ഒരു കാര്യം, നമുക്ക് ഉള്ള കാര്യത്തിൽ നമ്മൾ സംതൃപ്തിപ്പെടുക. പലരും നമ്മുടെ പഴമക്കാരൊക്കെ നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, ഉള്ളതിൽ നമുക്ക് സംതൃപ്തി ഉണ്ടാകണം. പക്ഷെ ഞാനത് ഒന്നുകൂടി ഒന്ന് തിരുത്താൻ ആഗ്രഹിക്കുകയാണ്. ഉള്ളതിൽ നമുക്ക് സംതൃപ്തി ഉണ്ടാകണം, എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും നിരാശരായി നമുക്ക് ജീവിക്കേണ്ടി വരും. എപ്പോഴും നമ്മൾ മുന്നിലുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ആ കമ്പയർ ചെയ്യാതെ നമുക്ക് ആത്മസംതൃപ്തി ഉണ്ടാകണമെങ്കിൽ നമുക്ക് പിറകിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയണം. അതായത് ഒരു നേരം പോലും ആഹാരം കഴിക്കാനില്ലാത്ത ഒരുപാട് നമ്മുടെ സമൂഹത്തിലുള്ളപ്പോൾ 3-4 നേരം നമുക്ക് കഴിക്കുവാനുള്ള ആഹാരം പ്രപഞ്ചം നമുക്ക് നൽകുന്നു. അല്ലെങ്കിൽ ഒരു തലചായ്ക്കാൻ ഇടമില്ലാതെ വലയുന്ന ആളുകളെ സംബന്ധിച്ച് തലചായ്ക്കാൻ ഒരു കൂര നമുക്ക് ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ആത്മസംതൃപ്തി ഉണ്ടാവുക. ഈ ഒരു ആത്മസംതൃപ്തി നമുക്ക് ഉണ്ടായതിനു ശേഷം നമ്മൾ വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല, നമുക്ക് ഇനി എന്താണോ വേണ്ടത് നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുക കൂടി വേണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ഹീറോ ആയി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഉള്ളതിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ സംതൃപ്തിപ്പെട്ടുകൊണ്ട് ഇനി എന്താണോ നമുക്ക് വേണ്ടത് അതിനെ നമ്മൾ ആഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക കൂടി ചെയ്യുക. കാരണം ഉള്ളതിൽ സംതൃപ്തി അനുഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഉള്ളതൊക്കെ നമ്മൾ ഒരു 5 വർഷം മുൻപോ 10 വർഷം മുൻപോ ആഗ്രഹിച്ചത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിയത്. അപ്പൊ ഇനിയും നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ തീവ്രമായി ആഗ്രഹിക്കുക തന്നെ വേണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. ധാരാളമായിട്ട് നമുക്ക് എന്തൊക്കെ സ്വന്തമാക്കാൻ കഴിയും അതൊക്കെ സ്വന്തമാക്കുക തന്നെ വേണം. പക്ഷെ ആത്മസംതൃപ്തി എന്ന് പറയുന്ന ഘടകം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. അതായത് നമുക്ക് പിറകിലുള്ള ആൾക്കാരെ കൂടി കണ്ടുകൊണ്ട് നമുക്കുള്ളതിൽ നമുക്ക് നന്ദി അനുഭവിക്കാൻ കഴിയുക, അല്ലെങ്കിൽ സംതൃപ്തി അനുഭവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയൊരു മഹാരഹസ്യം, നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു മഹാരഹസ്യത്തെ കുറിച്ചാണ് പറയുന്നത്. അത് വേറൊന്നുമല്ല, നമ്മുടെ മനസ്സിന്റെ ശക്തി എന്നുള്ളതിനെ കുറിച്ചാണ്. അതായത് 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ 19-ാം നൂറ്റാണ്ടിന്റെയും 20-ാം നൂറ്റാണ്ടിന്റെ ഒരു കഥ എടുക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് മനസ്സിന്റെ ശക്തി എന്നുള്ളത്. മനസ്സിന്റെ ശക്തിയെ കുറിച്ച് പലരും പല രീതിയിലാണ് പറയുന്നത്. ചിലര് അനുകൂലിച്ച് പറയുന്നവരുണ്ട്, ചിലര് പ്രതികൂലിച്ച് പറയുന്നവരുണ്ട്. എന്തായാലും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഷോർട്ട്ലി പറയുകയാണെങ്കിൽ, നമ്മളൊരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളെ നമുക്ക് ചെയ്യുവാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെ നമുക്കൊരിക്കലും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ അത് തന്നെയാണ് മനസ്സിനെ കുറിച്ച് എനിക്ക് പറയുവാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് മെൻഷൻ ചെയ്യാൻ കഴിയുന്നത് എൻ്റെ ഒരു ലൈഫ്, എൻ്റെ ഒരു കുട്ടിക്കാലമാണ്. അതായത് ഈ മനസ്സിന്റെ ശക്തി എന്ന് പറയുമ്പോൾ, എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് എൻ്റെ വീട്ടിലാണെങ്കിൽ നല്ല രീതിയിൽ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് എനിക്കൊരു 8, 10, 12 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഇപ്പൊ എൻ്റെ വീട്ടിലാണെങ്കിൽ ഈ റബ്ബർ മരങ്ങളൊക്കെ ഉണ്ട്, റബ്ബർ എസ്റ്റേറ്റ് ഒക്കെ ഉണ്ട്. ഒരു 10, 120, 130 മരങ്ങൾ, റബ്ബർ മരങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ എൻ്റെ പിതാവ് എന്നെ രാവിലെ വിളിച്ചു നിർത്തിയിട്ട് അദ്ദേഹത്തിന്റെ കൂടെ എന്നെ കൊണ്ടുപോകും. അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യുക, അതിന്റെ റബ്ബറിന്റെ പാല് എടുക്കുക, അത് ഉറ ചെയ്യുക, അതിനുശേഷം അത് ഷീറ്റാക്കി അത് അടിക്കുക, മെഷീനിലിട്ട് അടിക്കുക എന്നുള്ള ഒരു ജോലി എനിക്ക് തരുമായിരുന്നു. അപ്പൊ ഏകദേശം ഒരു ദിവസം എൻ്റെ പിതാവിന് കുറെ ആളുകൾ ഇതിനു വേണ്ടി ടാപ്പിങ്ങിന് വേണ്ടി വിളിക്കുമായിരുന്നു. ആ വീട്ടിലൊക്കെ പോയി ടാപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ടോട്ടൽ ഒരു ദിവസം ഒരു 500-550 മരങ്ങളുടെ നല്ല രീതിയിൽ ടാപ്പ് ചെയ്യണം. അതിനുശേഷം ആ ടാപ്പ് ചെയ്തതിനു ശേഷം അതിന്റെ കറ എടുക്കുക, അത് അവരവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഉറ ചെയ്യുക,
പിറ്റേന്ന് ചെന്ന് അത് നല്ല രീതിയിൽ അടിക്കുക എന്നുള്ളത് എന്റെ ജോലിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഏകദേശം ഒരു 35-40 ഷീറ്റ് ഒരു ദിവസം എനിക്ക് അടിക്കേണ്ടതായിട്ട് വരും. അതായത് രണ്ടുപേർ ചേർന്ന്, രണ്ട് മുതിർന്ന ആളുകൾ ചേർന്ന് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ഒറ്റയ്ക്ക് പോയി ഒരു 10-12 വയസ്സുള്ള സമയത്ത് ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് നോക്കുമ്പോൾ ചിലപ്പോൾ പലരും ചിന്തിക്കും അത് തള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ എനിക്കതിൽ മനസ്സിലായ ഒരു കാര്യം, എന്റെ പിതാവിന്റെ ഒരു ഫിയർ മോട്ടിവേഷൻ അതിന്റെ പിറകിലുണ്ടായിരുന്നു. അതായത് നിനക്ക് കഴിയും, എനിക്ക് കഴിയുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് എന്റെ പിതാവ് പറയും നിനക്ക് കഴിയും, എന്തുകൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പിതാവ് അവിടേക്ക് തന്നെ അയക്കുമായിരുന്നു. ഈ 10-40 ഷീറ്റോളം ഞാൻ ഒരു ദിവസം അടിച്ച് വെയിലത്തിട്ട് അത് ഉണക്കിയാണ് നമ്മളത് ഷീറ്റാക്കി കൊടുക്കുന്നത്. അല്ല അത് റബ്ബർ മരങ്ങളൊക്കെ ഉള്ളവർക്ക് നല്ലപോലെ അറിയാൻ കഴിയുമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വയലുണ്ട്. ആ വയലിലേക്ക് പോയി കഴിഞ്ഞാൽ കൊയ്ത്ത് സമയത്ത് 10-12 കറ്റകൾ ചേർത്ത് വെച്ച് കെട്ടിയിട്ട് എന്റെ തലയിൽ വെച്ച് തരും എന്റെ പിതാവ്. അപ്പോൾ എന്റെ 1.5 കിലോമീറ്റർ ഈ വയലിൽ നിന്ന് എന്റെ വീട്ടിലേക്കുള്ള ദൂരം അതിൽ ചുമന്നുകൊണ്ട് എന്റെ വീട്ടിൽ കൊണ്ടുവരണം. അപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇത് മുഴുവൻ എനിക്ക് കൊണ്ടുപോയി എന്റെ വീട്ടിൽ ഇടാൻ പറ്റുമോ? എനിക്ക് അത്രയും വെയിറ്റ് അല്ലേ, വേദന ഉണ്ടാവില്ലേ? അപ്പോഴും എന്റെ പിതാവ് പറയും നിനക്കതിന് കഴിയും, എന്തുകൊണ്ട് പറ്റില്ല? അപ്പൊ അവിടെ ഒരു ഫിയർ മോട്ടിവേഷൻ ഉണ്ടെങ്കിലും ഞാനത് ചുമന്ന് ഇത്താ പൊക്കോന്നും പറഞ്ഞ് എന്റെ വീട്ടിൽ വഴിയിൽ എങ്ങും ഇടാതെ വീട്ടിൽ തന്നെ കൊണ്ടിടുക എന്നുള്ളത് എന്റെ ഒരു ഉത്തരവാദിത്തമായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് ഞാനിത് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിൽ ഒരാൾ നമ്മളോട് പറയുന്ന ചില ഉപദേശങ്ങളായിരിക്കും, നിനക്ക് കഴിയുമെന്ന് പറഞ്ഞ് നമ്മൾ സ്വീകരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ മനസ്സിന്റെ ശക്തി അനുസരിച്ച് മനസ്സത് സ്വീകരിക്കുമ്പോൾ അത് നമുക്ക് സാധ്യമാകും എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഈ ഒരു എൻ്റെ ഒരു ലൈഫ് സ്റ്റോറിയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിച്ചത്. അത് പിന്നീട് എപ്പോഴാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നോക്കുമ്പോൾ ഈ 10 വയസ്സുള്ള 12 വയസ്സുള്ള 15 വയസ്സൊക്കെ ഉള്ള കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ ഞാൻ തന്നെ ചിന്തിക്കും, ഈ ഒരു പ്രായത്തിലാണോ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്, അല്ലെ ഇത്രയും കഠിനാധ്വാനം ഞാൻ ചെയ്തിരുന്നോ എന്നുള്ളത് ഞാൻ തന്നെ ചിന്തിക്കും. അപ്പോൾ അത് എന്റെ ജീവിതത്തിൽ വലിയൊരു ഒരു ട്വിസ്റ്റ്, ജീവിതത്തിൽ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നൊരു സംഭവമാണ്. ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിൽ എനിക്ക് കഴിയില്ല എന്ന് ചിന്തിച്ച് ഞാൻ വന്ന സമയത്ത് എന്റെ മനസ്സിൽ ഞാൻ ഒരുക്കി പതിപ്പിച്ച കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് എന്നെ കൊണ്ടുവന്നത് ഈ സംഭവങ്ങളാണ്. അപ്പൊ അത് വളരെ വിശദമായിട്ട് തന്നെ ഞാനത് 3-ാമത്തെ അധ്യായത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ വിധി എന്ന് പറയുന്നത് ആരുടെ കയ്യിലാണ്. നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ഈ മറ്റു പലരുടെയും കയ്യിലേൽപ്പിക്കും. അതായത് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്, പലരും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത് എന്റെ പേരൻസ് കാരണമാണ് കേട്ടോ, എന്റെ പേരൻസ് കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്, അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്, അല്ലെങ്കിൽ എന്റെ സൊസൈറ്റി കാരണമാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോയത്, ഇനിയിപ്പോ അതല്ല എന്റെ ഈ ഗവൺമെന്റ് കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്, എന്റെ ഭാവി മുരടിക്കുവാൻ കാരണം ഈ ഗവൺമെന്റ് ആണ്. അങ്ങനെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം നമ്മൾ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനായിട്ട് നോക്കും. സത്യത്തിൽ അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിന്റെ നായകനും പ്രതിനായകനും എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. ബാക്കിയുള്ളവരെല്ലാം കോ ആക്ടേഴ്സ് ആണ്. നമ്മുടെ ജീവിതം അല്ലെ ഒരു സിനിമയായിട്ട് എടുക്കുകയാണെങ്കിൽ ആ സിനിമയിൽ കോ ആക്ടേഴ്സ് ഉണ്ട്. ഒരു ആക്ടറിനെ, ഒരു മെയിൻ ആക്ടറിനെ, ആ ഒരു ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആക്ടേഴ്സ്, കോ ആക്ടേഴ്സ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ ആളുകളും, വന്നവനും നിൽക്കുന്നവനും കൂടെ നിൽക്കുന്നവനും പോകുന്നവനും എല്ലാവരും അവർ കോ ആക്ടേഴ്സ് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിന്റെ നായകനും പ്രതിനായകനും നമ്മൾ തന്നെയാണ്. അപ്പോ നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമ്മൾ എന്താണോ പ്രപഞ്ചത്തിന് കൊടുക്കുന്ന, അല്ലെ ദൈവത്തിന് കൊടുക്കുന്ന തിരക്കഥ, ആ തിരക്കഥയ്ക്കനുസരിച്ചിട്ടുള്ള ഒരു ഡയറക്ഷൻ പ്രപഞ്ചം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമെന്നുള്ളതാണ്. നമ്മൾ എന്ത് തിരക്കഥയാണ് ദൈവത്തിന് കൊടുക്കുന്നത്, അത് നല്ലതാണോ മോശമാണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നല്ല തിരക്കഥയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ഡയറക്ഷൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കും. ഇനി മോശമായിട്ടുള്ള ഒരു തിരക്കഥയാണ് നമ്മൾ പ്രപഞ്ചത്തിന് കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കുന്നതെങ്കിൽ, മോശമായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ വിധി എന്ന് പറയുന്നത് വേറെ ആരുടെയും കയ്യിലല്ല, നമ്മുടെ കയ്യിലാണ് എന്നുള്ളത് ആ 4-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട്. 5-ാമത്തെയും 6-ാമത്തെയും അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ഈ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന ഏതൊരു വ്യക്തിക്കും മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനെ എങ്ങനെ കുറയ്ക്കാൻ കഴിയും, ഈ മാനസിക സംഘർഷം അല്ലെങ്കിൽ ടെൻഷൻ, അതിനെ എങ്ങനെ പമ്പ കടത്താം, എങ്ങനെ അതിനെ കുറയ്ക്കാം എന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് 5-ാമത്തെയും 6-ാമത്തെയും അധ്യായത്തിൽ കൊടുക്കുന്നുണ്ട്. അതിന് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലർക്കും ഉള്ള ഒരു ധാരണയാണ് ഈ ചില ആളുകൾക്ക് മാത്രം ദൈവം എന്തൊക്കെയോ കഴിവുകൾ പ്രത്യേകമായി കൊടുത്തിട്ടുണ്ട്.
ആ കഴിവുകൾ ചെയ്യുവാനുള്ള കോൺഫിഡൻസ് അവർക്ക് മാത്രമായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ എന്നാൽ എൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ദൈവം ആർക്കും ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളതൊന്നുമല്ല. കോൺഫിഡൻസ് എന്ന് പറയുന്നത്, കൃത്യമായി പറയുകയാണെങ്കിൽ, നമുക്ക് ഭയമുണ്ടെങ്കിൽ പോലും ആ ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത്, അല്ലെ? അതായത് ഭയത്തിന് മുകളിലുള്ള തീവ്രമായ ആഗ്രഹത്തോടെ നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റെടുത്ത പദ്ധതികൾ അല്ലെങ്കിൽ കർമ്മങ്ങൾ നല്ല രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അവരാണ് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ആയിട്ടുള്ള വ്യക്തികൾ എന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ കഴിയും. അല്ലാതെ ഇന്ന ആളിന് ആ കോൺഫിഡൻസ് ഉണ്ടായത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്, അയാൾക്ക് അതിനുള്ള ഒരു ഗിഫ്റ്റ് ദൈവം കൊടുത്തിട്ടുണ്ട്, അങ്ങനെയല്ല. അത് വ്യക്തമായിട്ട് ഈ ഒരു അധ്യായത്തിലൂടെ ഞാൻ പറയുന്നുണ്ട്. അത് എൻ്റെ ലൈഫ് കൂടി കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ആളുകളുടെ മുമ്പിൽ സംസാരിക്കാനായിട്ട് വളരെ മടിയായിട്ടുള്ള, വളരെ വ്യക്തിയെ സംബന്ധിച്ച് ഞാൻ ആളുകളുടെ മുൻപിൽ അത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ തീവ്രമായ ആഗ്രഹം. ഭയമുണ്ടെങ്കിലും നമ്മളത് സംസാരിക്കുക. ആ ഒരു ആഗ്രഹത്തിന് പുറത്താണ് ഓരോരുത്തരും ജീവിതത്തിൽ വിജയിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി ആ ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് നാളത്തേക്ക് മാറ്റിവെക്കേണ്ടതല്ല. അതായത് ഓരോരുത്തരും ഈ പഠിച്ചു കഴിഞ്ഞിട്ട് വേണം ഒന്ന് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ, അല്ലെങ്കിൽ ഒന്ന് സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ. അപ്പോ പഠനം കഴിയുമ്പോഴത്തേക്ക് ജോലി കിട്ടുന്നതിന്റെ തിരക്കായിരിക്കും. അപ്പോൾ പറയും ജോലി കിട്ടിയിട്ട് വേണം എനിക്കൊന്ന് അടിച്ചു പൊളിക്കാനായിട്ട്. അപ്പൊ ജോലിയൊക്കെ അങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുക. വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് സന്തോഷിക്കാൻ, ഒന്ന് അടിച്ചു പൊളിക്കാൻ. അപ്പോഴേക്കും കുഞ്ഞുങ്ങളായി. ഇനിയിപ്പോ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് അവരുടെ ഉത്തരവാദിത്വമൊക്കെ നടത്തിയിട്ട് വേണം ഒന്ന് സന്തോഷിക്കാൻ എന്ന് പറയുമ്പോഴത്തേക്കും കാലങ്ങൾ കഴിഞ്ഞു പോകും, വാർദ്ധക്യത്തിലേക്ക് എത്തും. ആ വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞു നോക്കും, ഞാൻ എത്രത്തോളം ജീവിച്ചു, അല്ലെങ്കിൽ എത്രത്തോളം എനിക്ക് എൻ്റെ ജീവിതത്തിൽ സന്തോഷിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ആ ഒരു സമയത്ത് നമ്മൾ തിരിഞ്ഞു നിന്ന് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകരുത്. ഓരോ നിമിഷവും നമുക്ക് സന്തോഷിക്കുവാനുള്ളതാണ്. ആ ഓരോ നിമിഷവും നമ്മൾ സന്തോഷിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളത് 7-ാമത്തെ അധ്യായത്തിലൂടെ വളരെ വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട്. 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ എല്ലാവരുടെയും ഒരു തെറ്റായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഈ കഠിനാധ്വാനം ചെയ്തെങ്കിൽ മാത്രമേ വിജയിക്കൂ എന്നുള്ളത്. അപ്പൊ ഞാനത് ഒന്നുകൂടി തിരുത്തി പറയുകയാണ്. കഠിനാധ്വാനം ചെയ്തിട്ടല്ല എല്ലാവരും വിജയിക്കുന്നത്, ചെയ്യുന്ന ജോലി വളരെ ആസ്വദിച്ച് ചെയ്യുമ്പോഴാണ്. അപ്പൊ ആസ്വദിച്ച് ഒരു കാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, സമയം പോകുന്നത് അറിയത്തേയില്ല. പണ്ടൊക്കെ ഞാനൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന സമയത്ത് സമയം പോകുന്നത് അറിയത്തേയില്ല. 4, 5, 6 മണിക്കൂറുകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ്? ആസ്വദിച്ചൊരു കാര്യം ചെയ്യുന്നതുകൊണ്ട്. എന്നാൽ പഠിക്കാനിരിക്കുന്ന സമയത്തോ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വാച്ചിലോ ക്ലോക്കിലോ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. കാരണം എന്താണ്? ആസ്വദിച്ച് ചെയ്യാൻ കഴിയുന്നില്ല. അതെന്താണ്? ഒരു കഠിനാധ്വാനമായിട്ട് നമ്മൾ എടുക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു ലക്ഷ്യം നിർണയിച്ചതിന് ശേഷം വളരെ അത് ആസ്വദിച്ച് ചെയ്യാൻ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് എന്താണ്, അതൊരു കഠിനാധ്വാനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. അറ്റ് ദ എൻഡ് നമുക്ക് കിട്ടുന്ന ആ സമ്മാനങ്ങൾ അല്ലെങ്കിൽ ആ അപ്രീസിയേഷൻ അത് മാത്രമായിരിക്കും നമ്മുടെ മുമ്പിൽ. എവിടെയാണോ നമ്മൾ എത്തേണ്ടത്, ആ ഡെസ്റ്റിനി മാത്രം നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു കാര്യം നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്കത് കഠിനാധ്വാനമായിട്ട് തോന്നില്ല. അത് കാണുന്ന മറ്റുള്ളവർക്കായിരിക്കും അതൊരു കഠിനാധ്വാനമായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അത് വളരെ വിശദമായി തന്നെ ആ ഒരു ഭാഗത്തിൽ കൊടുത്തിട്ടുണ്ട്. 9-ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ, അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഭയത്തെ നോക്കുകുത്തിയാക്കുക. അതായത് ഈ മനുഷ്യൻ എന്ന് പറയുന്നത് അങ്ങേയറ്റം കഴിവുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ മനുഷ്യൻ എത്ര കഴിവുണ്ടെങ്കിലും അവനൊരു കാര്യം ചെയ്യാൻ ഭയന്നു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും മുന്നേറാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ കൂടുതൽ ആളുകളെ സംബന്ധിച്ച് എന്താണ് സംഭവിക്കുന്നത്, ഈ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്നെ കളിയാക്കുമോ എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ആളുകളുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് നമുക്ക് ചുറ്റുമുള്ള ചില ആളുകളുണ്ട്, എനിക്ക് കിട്ടിയില്ലെങ്കിൽ, എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മറ്റുള്ളവർക്കും കിട്ടണ്ട, അല്ല മറ്റുള്ളവരും ചെയ്യണ്ട എന്നുള്ള മെന്റാലിറ്റിയിൽ ജീവിക്കുന്ന കുറെ ആളുകൾ നമ്മുടെ ചുറ്റുമൊക്കെ കാണും. അതിന് ക്രാബ് മെന്റാലിറ്റി എന്നൊക്കെ പറയും. എന്താണ് ഈ ക്രാബ് മെന്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു കുഴിയിൽ കുറെ ഞണ്ടുകൾ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണം മുകളിലോട്ട് കയറുന്ന സമയത്ത് ബാക്കി എല്ലാം കൂടി ഈ കയറുന്ന ഞണ്ടിനെ താഴോട്ട് പിടിച്ചിടാൻ പോകും. ഇതാണ് ക്രാബ് മെന്റാലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഒരാൾ മുൻപോട്ട് പോകുന്നത് കാണുമ്പോൾ ആഹാ എനിക്കില്ലാത്ത നിനക്കും വേണ്ട എന്നുള്ള രീതിയിൽ അയാളെ പിടിച്ച് താഴോട്ടേക്ക് വലിച്ചിട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ അത് കണ്ടിട്ട് എന്താണ്, ഈ വ്യക്തി എന്ത് ചെയ്യും? രാവിലെ എക്സസൈസിന് പോകുന്നു, പോകുന്ന സമയത്ത് ആളുകൾ കളിയാക്കുന്നു. അപ്പൊ ആളുകൾ കളിയാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പിന്നെ ജിമ്മിന് പോകുന്നത് നിർത്തി, അല്ലെങ്കിൽ എക്സസൈസിന് പോകുന്നത് നിർത്തി, അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്യുന്നത് നിർത്തി, പല ആക്ടിവിറ്റീസിൽ നിന്ന് പിന്മാറുന്നു. എന്തിനാണ്? മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ. ഞാനത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാകുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഞാനത് ചെയ്യുന്നില്ല. അവിടെ ആർക്കാണ് നഷ്ടം എന്ന് പറയുന്നത്? ആ ഒരു വ്യക്തിക്ക് മാത്രമാണ്, അല്ലെ? എന്നാൽ ആ ഒരു വ്യക്തി കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യം ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിലും തീർച്ചയായിട്ടും
ഒരു നാളിൽ ഈ പിടിച്ച് വലിച്ചിട്ട ആളുകൾ പറയും അന്നേ ഞാൻ പറഞ്ഞതാ അവൻ വലിയൊരു നിലയിലെത്തുമെന്ന്, അല്ലെ? പിന്നെ ക്രെഡിറ്റ് ആരാണ് കൊണ്ടുപോകുന്നത്? അവര് പിന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. ഞാൻ അന്നേ പറഞ്ഞിരുന്നു, ഞാൻ അവനെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു, അതിനുവേണ്ടി ഞാൻ കളിയാക്കുമായിരുന്നു, അവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കളിയാക്കിക്കൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവർ അതിന്റെ ക്രെഡിറ്റ് ഒക്കെ എടുക്കാനായിട്ട് തോന്നും. അപ്പം ഭയത്തെ നോക്കുകുത്തിയാക്കി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം, നമുക്ക് മുന്നേറാൻ കഴിയണം എന്നുള്ളത് ആ ഒരു ഭാഗത്തിൽ, ആ ഒരു അധ്യായത്തിൽ കൃത്യമായി കൊടുക്കുന്നു. 10ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇന്നലകളെ നമുക്ക് മറക്കാൻ കഴിയണം, ഇന്നിനെ നമുക്ക് ആഘോഷിക്കുവാൻ കഴിയണം, നാളെയെ നമുക്ക് അനുഗ്രഹിക്കാൻ കഴിയണം എന്നുള്ളതാണ്. ഇന്ന് ഭൂരിഭാഗം ആൾക്കാരും തങ്ങൾക്ക് എങ്ങും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിന്റെ ഒരു കാരണം അവർ ഇന്നലകളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഇന്നലകളിൽ നടന്നിട്ടുള്ള ഏതെങ്കിലും പരാജയങ്ങൾ, അന്ന് ഞാൻ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു പരാജയം ഉണ്ടായി, എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ബിസിനസ് തകർച്ചയുണ്ടായി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി പ്രണയം തുറന്നു പറഞ്ഞപ്പോൾ അവർ അത് നിരസിച്ചു, അപ്പോൾ എനിക്ക് പ്രണയം പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ബിസിനസ് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് അറിവ് നേടുക എന്നുള്ളത്, അല്ലെങ്കിൽ വിജയിക്കുക എന്നുള്ളത് പറഞ്ഞിട്ടില്ല, എല്ലായിടത്തും പരാജയം മാത്രമാണ്. അപ്പോൾ ഇന്നലകളിൽ കുരുങ്ങിക്കിടക്കുന്ന കുറെ ആളുകൾ, ആ ഇന്നലകളിൽ കുരുങ്ങിക്കിടക്കാതെ നമുക്ക് ഇന്നലെ ആഘോഷിക്കുവാൻ കഴിയണം. ഇനി ചിലരെ സംബന്ധിച്ച് ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് ഇങ്ങനെ ആകുലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നവരാണ്. ഫ്യൂച്ചർ എന്താകും, ഭാവി എന്താകും, അല്ലെങ്കിൽ എന്റെ ജോലി എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ എന്റെ മക്കളുടെ വിദ്യാഭ്യാസം എനിക്ക് അങ്ങനെ നടത്താൻ കഴിയും. ഒരിക്കലും ഒരാൾ എന്നോട് പറഞ്ഞതാണ്, എനിക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷനാണ് നാളെയെ കുറിച്ച്. അതായത് ഇനി എനിക്ക് 3 പെൺകുട്ടികളാണുള്ളത്, അവരുടെ വിദ്യാഭ്യാസം നോക്കണം, അവരുടെ വിവാഹമൊക്കെ നടത്തണം. അപ്പൊ ഞാൻ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചൊരു കാര്യം, നമുക്ക് അങ്ങനെ 3 കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് ദൈവം നമുക്ക് അറിഞ്ഞു നൽകിയിട്ടുള്ളതാണ്. അപ്പൊ അതിനൊരു രക്ഷിതാവായി തീരാനായിട്ട് ഏറ്റവും യോഗ്യനായിട്ടുള്ള വ്യക്തി നിങ്ങളാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളായിട്ട് അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് അവർക്ക് വേണ്ടി എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും അത് അവർക്ക് ചെയ്തു കൊടുക്കുക. നാളെ കുറിച്ച് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. നാളെ എന്നുള്ളത് പ്രപഞ്ചത്തിന് കൊടുക്കുക, അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കുക. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ വഴി ദൈവം ഒരുക്കിക്കൊള്ളും. അങ്ങനെ പല കാര്യങ്ങളും, ഇനിയിപ്പോ ജോലി നഷ്ടപ്പെടുമോ എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ആളുകൾ, ഇനിയിപ്പോ ഇന്ന കോഴ്സ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എനിക്ക് നാളെ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ, ഇപ്പം പല രീതിയിൽ നാളെയെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം ഇന്നത്തെ ജീവിതം എങ്ങനെ ആഘോഷിക്കാം എന്നുള്ളതാണ്. ഇന്ന് നാം ചെയ്യുന്ന കർമ്മങ്ങൾ നല്ല ഉത്തരവാദിത്വത്തോടെ നമ്മളത് ചെയ്യുക. ഉത്തരവാദിത്വത്തോടെ നമ്മൾ ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മുടെ നാളുകൾ എന്ന് പറയുന്നത് നമുക്ക് അനുഗ്രഹമായി തീരുക തന്നെ ചെയ്യും. അപ്പൊ അത് തന്നെയാണ് ആ ഒരു അധ്യായത്തിലൂടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളത്. 11ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. പലപ്പോഴും ഓരോരുത്തരുടെയും പ്രശ്നം ഓരോരുത്തർക്കും വളരെ വലുതാണ്. അപ്പൊ ഒരു പ്രശ്നവുമായിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്തെന്നില്ലാത്തൊരു വലിയൊരു പ്രശ്നമായിട്ട് അയാൾ അതിനെ ഇങ്ങനെ പർവ്വതീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ സാമ്പത്തികമായ ഒരു പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ആരോഗ്യത്തിലുള്ള ചില പ്രശ്നങ്ങളായിരിക്കാം. അപ്പൊ ആ ഒരു പ്രശ്നത്തെ ഇങ്ങനെ പർവ്വതീകരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോ രാവിലെ എഴുന്നേറ്റ ഉടനെ അദ്ദേഹം ഈ പ്രശ്നവുമായിട്ടാണ് എഴുന്നേൽക്കുന്നത്. പക്ഷെ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഒപ്പം തന്നെ എന്താണ് അദ്ദേഹത്തിന് എന്തെന്നില്ലാത്തൊരു വയറുവേദന കൂടി വരികയാണ്. അപ്പൊ എന്തൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ കഴിച്ചിട്ടും അദ്ദേഹത്തിന് ആ വയറുവേദന അങ്ങോട്ട് മാറുന്നില്ല. അപ്പം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തായി ആ ദിവസത്തെ? മറ്റുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ വലിയ പ്രശ്നമായിട്ടുള്ള വയറുവേദനയിൽ അങ്ങ് ലയിച്ചു പോകും. അപ്പോ നമ്മുടെ മുൻപിൽ വരുന്ന ഏത് പ്രശ്നമാണെങ്കിലും അത് നമുക്ക് നേരിടാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് ദൈവം നമുക്കായിട്ട് അത് നൽകിയിട്ടുള്ളത്. ആ ഒരു പ്രശ്നത്തെ നമ്മൾ അതിജീവിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശക്തരാകുന്നത്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഹീറോ ആയി മാറുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണ്ടത് ഏറ്റവും വലിയൊരു റിയലൈസേഷൻ എന്ന് പറയുന്നത് ഈ നിമിഷം നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ നിമിഷം നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷവാന്മാരാവുക, അല്ലെ? അതിനപ്പുറം വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക എന്നതാണ് 11ാമത്തെ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. പിന്നീട് 12ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത് അത് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോ ചില ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്, എന്ത് ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്. ഇപ്പൊ എനിക്ക് ക്രിക്കറ്റ് കളിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത് പറയുമ്പോൾ അതിനൊരു ലോജിക് ഇല്ല. 30 വയസ്സായിട്ടും 35 വയസ്സായിട്ടും 40 വയസ്സായിട്ടും നമ്മൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു ലോജിക് ഇല്ല. അപ്പോ നമുക്കൊരു വരുമാനം കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയുമ്പോൾ, അതായത് അതിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഈ പാഷൻ എന്ന് പറയുന്നത്.
പലരും ഈ പാഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്, അതാണ് എന്റെ പാഷൻ എന്ന് പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമുക്കൊരു വരുമാനം കൂടി തരുന്ന രീതിയിൽ ഒരു സോഴ്സിനെ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അതിനെയാണ് ഈ പാഷൻ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓരോ ദിവസവും വേണ്ടുന്ന രീതിയിലുള്ള എഫേർട്ട് ഇട്ട് ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളതിനെ കുറിച്ച് പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ മെൻഷൻ ചെയ്യുന്നു. 13ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഊർജ്ജസ്വലരാകുവാൻ കഴിയുക. എങ്ങനെയാണ് ഊർജ്ജസ്വലരാകുവാൻ കഴിയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നല്ല നാളുകളെ പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ അതിന് ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ നിമിഷം എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ അനന്തരഫലമാണ് നാളത്തെ നമ്മൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്നത്തെ നമ്മളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ വരെ നമ്മൾ എന്താണോ ചിന്തിച്ചുകൊണ്ടിരുന്നത് ആ ചിന്തകളുടെ മൊത്തത്തിലുള്ള ആകത്തുകയാണ് ഇന്നത്തെ നമ്മൾ എന്ന് പറയുന്നത്. അപ്പൊ ഓരോ നിമിഷവും നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ എന്ത് ചിന്തകളാണ് നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചിന്തകളാകട്ടെ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാഴ്ചകളാകട്ടെ, കേൾക്കുന്ന കാര്യങ്ങളാകട്ടെ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഫ്രണ്ട്സ് ആകട്ടെ, പലപ്പോഴും ഒരു ടോക്സിക് ആയിട്ടുള്ള രീതിയിലേക്ക് പോവുകയാണെങ്കിൽ അത് നമ്മുടെ എനർജിയെ മുഴുവൻ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതായത് കായികമായിട്ട് നമ്മൾ അധ്വാനിക്കുന്ന സമയത്ത് നമ്മളിൽ നിന്ന് ഒരുപാട് ഊർജം നഷ്ടപ്പെടാറുണ്ട്. അതുപോലെ തന്നെ മാനസികമായ തലത്തിൽ നമുക്ക് ഈ ഊർജ്ജ നഷ്ടം ഉണ്ടാകുന്നുണ്ട്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണുന്നതിലൂടെ, കേൾക്കുന്നതിലൂടെ, ഇപ്പൊ നമ്മുടെ ഫിഫ്ത്ത് സെൻസസ് ഉപയോഗിച്ച് നമ്മൾ എന്തൊക്കെയാണോ റിസീവ് ചെയ്യുന്നത് ഇതെല്ലാം നമ്മുടെ എനർജിയെ നഷ്ടപ്പെടുത്തുന്നതാണ്. അങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലും ടോക്സിക് ഫ്രണ്ട്സുമായിട്ട് നമ്മൾ കൂട്ടുകെട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നും നമുക്ക് എന്തെന്നില്ലാത്ത ഊർജ്ജം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഊർജ്ജത്തെ നമുക്ക് നിലനിർത്തുവാൻ, അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നാം നമ്മെ തന്നെ ആദ്യം സ്നേഹിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അതായത് സെൽഫ് ലവ് എന്ന് പറയും. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള എല്ലാറ്റിനെയും നമുക്ക് സ്നേഹിച്ചു തുടങ്ങുവാൻ കഴിയും. അപ്പൊ അതാണ് ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ മുഴുവൻ സ്നേഹം എന്ന് പറയുന്ന ഒരു വികാരത്തെ നമുക്ക് നിറയ്ക്കുവാൻ കഴിയും. പലരും പറയുന്ന ഒരു കാര്യമാണ്, മറ്റുള്ളവർ എന്നെ സ്നേഹിക്കുന്നില്ല, എനിക്ക് വേണ്ട റെസ്പെക്ട് തരുന്നില്ല, അല്ലെ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. അതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ, നമുക്ക് നമ്മളെ റെസ്പെക്ട് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ, നമുക്ക് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെ നമ്മളെ സ്നേഹിക്കുവാൻ കഴിയും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെ റെസ്പെക്ട് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുവാൻ കഴിയും? ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ നമ്മെ സ്നേഹിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഏറ്റവും നല്ല രീതിയിൽ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആദ്യം നമ്മൾ തന്നെയാണ്. അപ്പൊ നമ്മൾ നമ്മളെ അങ്ങോട്ട് സ്നേഹിച്ചു തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ അങ്ങോട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആളുകളൊക്കെ നമ്മളെ സ്നേഹിക്കുവാനും അപ്രീഷിയേറ്റ് ചെയ്യുവാനും തുടങ്ങുമെന്നുള്ളതാണ്. അപ്പൊ അതാണ് ഈ ഒരു ഭാഗത്തിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അടുത്തൊരു അധ്യായത്തിലേക്ക് വരുമ്പോൾ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് അതിവേഗം ഉണ്ടാക്കുവാൻ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതൊരു ആക്ടിവിറ്റി ആയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെ പവർഫുൾ ആക്കുവാനുള്ള 5 കാര്യങ്ങൾ. അതായത് അത് ഞാൻ ഇവിടെ വിവരിക്കാം. ഒരു 5 മിനിറ്റ് നമ്മൾ എടുക്കുക അതിന് വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മുടെ കണ്ണിനെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു വസ്തു എടുക്കുക. ആ വസ്തുവിനെ നല്ല രീതിയിൽ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പേനയാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ പേനയിൽ ഇന്ന് വരെയും ഞാൻ കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും എനിക്കിതിനകത്ത് കാണുവാൻ കഴിയും. 1 മിനിറ്റ് ഞാൻ ഇതിലേക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള എഴുത്താകട്ടെ, അല്ലെങ്കിൽ ഇതിന്റെ ആകൃതിയാകട്ടെ, രൂപമാകട്ടെ, ഭംഗിയാകട്ടെ, ഇതൊക്കെ ഞാൻ നല്ല രീതിയിൽ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ 1 മിനിറ്റ് ഞാൻ ഇതിനു വേണ്ടി എടുക്കുന്നു. അതിനുശേഷം 1 മിനിറ്റ് നമ്മുടെ ചെവിയെ, രണ്ടാമത്തെ സെൻസ്, ഫിഫ്ത്ത് സെൻസസിൽ രണ്ടാമത്തെ സെൻസ് ആയിട്ടുള്ള ആ ചെവിയെ എടുത്തുകൊണ്ട് നമ്മൾ 1 മിനിറ്റ് കണ്ണുകൾ അടച്ച് നമ്മുടെ ചുറ്റുമുള്ള ശബ്ദങ്ങളെ നമ്മളൊന്ന് നിരീക്ഷിക്കുന്നു. മൈൻഡ്ഫുൾനെസ്സിന്റെ ഒരു പ്രാക്ടീസ് ആണിത്. അതായത് നമ്മൾ ഒരുപാട് ശബ്ദങ്ങൾ നമ്മുടെ ചുറ്റും കേൾക്കുന്നുണ്ട്, പക്ഷെ പല ശബ്ദങ്ങളും നമ്മൾ കേൾക്കുന്നില്ല, അല്ലെ? എന്നാൽ ആ നമ്മുടെ ചെവിയെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മുടെ ചുറ്റും നടക്കുന്ന ശബ്ദങ്ങളെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മൂക്ക്, ഏതെങ്കിലും മണക്കുവാനുള്ള ഏതെങ്കിലും ഒരു വസ്തു എടുത്തതിന് ശേഷം നല്ല രീതിയിൽ അതിന്റെ ആ മണം നല്ല രീതിയിൽ ആസ്വദിക്കുക. അതൊരു മിനിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സ്പർശിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു വസ്തു എടുത്തതിന് ശേഷം അതിനെ നല്ല രീതിയിൽ സ്പർശിക്കുക. അതും 1 മിനിറ്റ് ചെയ്യുക. പിന്നെ രുചിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു വസ്തു എടുത്തതിന് ശേഷം അതിന് 1 മിനിറ്റ് നല്ല രീതിയിൽ നാക്കിലിട്ട് നുണയുക. അതെങ്കിലും പുളിയോ അല്ലെങ്കിൽ ഉപ്പോ അല്ലെങ്കിൽ മധുരമോ ഉള്ള ഏതെങ്കിലും ഒരു സാധനമായിരിക്കും, ഏതെങ്കിലും ഒരു വസ്തുവായിരിക്കാം. അതിനെ നല്ല രീതിയിൽ നാവിലിട്ട് നുണഞ്ഞ് അതിന്റെ രുചി നമ്മൾ അറിയുക. അപ്പൊ ഈ രീതിയിൽ ഈ 5 സെൻസസിനെയും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ്, ഈ ഒരു നിമിഷത്തിലേക്ക് നമുക്ക് വരുവാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു പ്രാക്ടീസ് ആണ് ഞാൻ ഇവിടെ വിശദമാക്കിയിട്ടുള്ളത്.
അടുത്ത 15-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് ഏത് ലക്ഷ്യത്തെയും നമുക്ക് കീഴടക്കാം എന്നുള്ളതാണ്. അതായത് ഞാൻ ആദ്യം അതൊരു മെൻഷൻ ചെയ്തിരുന്നു. നമ്മുടെ മനസ്സിൽ എങ്ങനെയാണോ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ കാണുന്നത്, അതിനെ നല്ല രീതിയിൽ കാണുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഡെസ്റ്റിനി നമ്മൾ കൃത്യമായിട്ട് നിർണ്ണയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ നമുക്ക് കീഴടക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ എവറസ്റ്റ് കീഴടക്കിയതിനു ശേഷം ടെൻസിയും ഹിലരിയും താഴെ ആ പർവ്വതത്തിന് താഴെ വരുന്ന സമയത്ത് മീഡിയാസ് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് കീഴടക്കാൻ കഴിഞ്ഞത്? ലോകത്ത് ഇതുവരെ ആർക്കും ഇത് കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അവര് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ആദ്യം ഈ എവറസ്റ്റ് കീഴടക്കിയത് ഞങ്ങളുടെ മനസ്സിലാണ്. ഞങ്ങളുടെ മനസ്സിൽ അതിനെ നല്ല രീതിയിൽ കീഴടക്കാൻ കഴിഞ്ഞപ്പോഴാണ്, അതിനുശേഷമാണ് ഞങ്ങൾക്ക് ഈ എവറസ്റ്റിനെ ഇത്ര നല്ല രീതിയിൽ പെർഫെക്ഷനോടുകൂടി കീഴടക്കുവാൻ കഴിഞ്ഞത് എന്നുള്ളത് അവരവിടെ പറയുകയാണ്. അതായത് നമ്മുടെ മനസ്സിൽ നമുക്ക് കീഴടക്കുവാൻ ഒരു കാര്യത്തെ കീഴടക്കാൻ കഴിയുമെന്ന് നമ്മളങ്ങോട്ട് വിശ്വസിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കാര്യം നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടുന്ന ഒരു വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതായത് എന്താണോ നമുക്ക് വേണ്ടത്, എവിടെയാണോ നമുക്ക് എത്തേണ്ടത്, ആ ഒരു ഭാഗം, ആ ഒരു ഡെസ്റ്റിനിയെ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ ഒരു ഡൗട്ടും ഇല്ലാതെ തന്നെ കാണാൻ കഴിയുക. ഒന്നാമത് നമുക്കതിന് വേണ്ടത് നമ്മൾ അതിന് ആഗ്രഹിക്കുക എന്നുള്ളതാണ്. രണ്ടെന്ന് പറയുന്നത് അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. മൂന്നാമതെന്ന് പറയുന്നത് അത് നേടിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടാകുമോ ആ സന്തോഷം നമ്മൾ ഓരോ നിമിഷവും അനുഭവിക്കുക എന്നുള്ളതാണ്. നാലെന്ന് പറയുന്നത് അതിന് വേണ്ടുന്ന ആക്ഷൻസ്, എന്തെങ്കിലും ആക്ഷൻസ് നമുക്ക് അതിനകത്ത് എടുക്കണമെങ്കിൽ ആ ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ആണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ 16-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. എന്ത് കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് അതിന്റെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കും. കെട്ട കാര്യങ്ങളാണ് സംഭവിക്കുന്നതെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം മറ്റുള്ളവർക്ക് കൊടുക്കും. ഇപ്പൊ നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോ ബോസ് ആണ്. അപ്പൊ അവിടെ ഒരു നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ, എന്തെങ്കിലും നല്ല രീതിയിലുള്ള ഒരു കാര്യങ്ങൾ അവിടെ നടക്കുന്ന സമയത്ത് അതിന്റെ 100% വിജയം എന്ന് പറയുന്നത് അദ്ദേഹം, ആ സക്സസ് എന്ന് പറയുന്നത് അദ്ദേഹം ഏറ്റെടുക്കാൻ തുടങ്ങും. എന്നാൽ എന്തെങ്കിലും ഒരു പരാജയം വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സിനെ ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടേയിരിക്കാം, നീ ഒറ്റ ഒരുതം കാരണമാണ് ഇങ്ങനെ എല്ലാം സംഭവിച്ചത്, അല്ലെ? അപ്പൊ എന്ന് പറയുന്നത് പോലെ അതിപ്പോ നമ്മുടെ ഫാമിലി ലൈഫിലാണെങ്കിലും കരിയറിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും നമ്മുടെ പ്രൊഫഷണലാണെങ്കിലും എവിടെയാണെങ്കിലും എന്തിന്റെയും വിജയത്തിന്റെയും പരാജയത്തിന്റെയും ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അപ്പോ ആ പരാജയത്തിന്റെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് നമുക്കതിനെ എന്താണ് വിജയിക്കുവാൻ കഴിയുന്നത്. അതായത് പരാജയത്തിന്റെ കാരണം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ പിന്നെ നമുക്കതിനെ പരിഹരിക്കാൻ കഴിയാതെ വരുന്നു. കാരണം അതിന് മറ്റുള്ളവരുടെ കയ്യിലാണ് അതിന്റെ വഴി നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമുക്കതിനെ പരിഹരിക്കാൻ കഴിയാതെ വരുന്നു, നമ്മൾ അവിടെ തോറ്റുപോകുന്നു എന്നുള്ളതാണ്. എന്നാൽ പരാജയത്തിന്റെ ഉത്തരവാദിത്വം കൂടി നമ്മൾ ഏറ്റെടുത്ത് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഏതൊരു കാര്യങ്ങളെയും എന്താണ് നേരിടാൻ കഴിയുന്നത്, ഫേസ് ചെയ്യാൻ കഴിയുന്നത്, ഓവർകം ചെയ്യാൻ കഴിയുന്നത്, അതിലൂടെ നമുക്ക് വിജയം കൈവരിക്കുവാൻ കഴിയുന്നത്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അതായത് 2 ഭാഗങ്ങളായിട്ട് ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം 17 അധ്യായങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോ നിർത്തി പരിചയപ്പെടുത്തൽ കഴിഞ്ഞല്ലോ അല്ലേ? ഇന്നത്തെ അല്ല, ഫസ്റ്റ് പാർട്ടായിരുന്നു. അതെ, ഇന്നത്തെ പാർട്ട് ഇന്നത്തെ. ഓക്കെ. അപ്പോ ഷാലു രാജന്റെ പുസ്തക പരിചയം 1ാം ഭാഗമാണ് ഇന്നിപ്പോ ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. പുസ്തകത്തിനെ കുറിച്ച് ഉള്ള അഭിപ്രായങ്ങളോ പുസ്തകത്തിനെ കുറിച്ച് അല്ലെങ്കിൽ എഴുത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ പുസ്തകത്തിനെ കുറിച്ച് ആശംസകളോ, പുസ്തകത്തിന്റെ ഭാവി ആശംസകളോ ഒക്കെ അർപ്പിക്കാനുള്ള സമയമാണ്. അപ്പോൾ എല്ലാ ഡോക്ടേഴ്സും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ പുസ്തകത്തിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം പറയാം. അതിനായിട്ട് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക, അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇടുന്നതാണ്. എന്തായാലും ഷാലു രാജൻ ഒരു നല്ല എഴുത്തുകാരനാണ്. എന്തായാലും മനസ്സിലിങ്ങനെ മോട്ടിവേഷണൽ ക്ലാസ്സുകളൊക്കെ എടുത്തെടുത്ത് അതെല്ലാവർക്കും വായിക്കത്തക്കവണ്ണം അതിനെ ഒന്ന് അടുക്കി ഒതുക്കി അതൊരു ബുക്കാക്കി മാറ്റി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ആ ബുക്കിന്റെ ഒരുപാട് ഓളിയങ്ങളെല്ലാം എല്ലായിടത്തും സമൂഹത്തിന് ഇടയിൽ എത്തട്ടെ.
അതെല്ലാവരും വായിച്ച് എന്താണ് ഒരുപാട് അവർക്കത് മോട്ടിവേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അതുപോലെ ഇനി ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയാൻ ഡോക്ടർമാർ ഒന്ന് തയ്യാറാവുക. പുസ്തകമൊക്കെ എഴുതിയ ഒരാൾ ഇതിനകത്തുണ്ട്, ഒരു പുസ്തകമൊക്കെ എഴുതിയ ഒരു ഡോക്ടറുണ്ട്. ഞാൻ പെട്ടെന്ന് കാണുമ്പോൾ ഇസ്മായിൽ സേട്ട് സാർ ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണുന്നില്ലല്ലോ, പോയെന്ന് തോന്നുന്നു സാർ. സേട്ട് സാറിനെ ഇപ്പോൾ കാണുന്നില്ല. എന്തായാലും ഒരു പുസ്തകമൊക്കെ എഴുതിയ നമ്മളെ വൈദ്യരുടെ ഡോക്ടറുണ്ട്, എബ്രഹാം വൈദ്യൻ ഡോക്ടറുണ്ട്. ഡോക്ടറെ അഡ്മിറ്റ് ചെയ്ത് സംസാരിക്കാമോ? വൈദ്യരുടെ ഡോക്ടറുണ്ടോ? അൺമ്യൂട്ട് ചെയ്യാം. ഹലോ. കേൾക്കാം ഡോക്ടറെ, സംസാരിച്ചു. ഷാരു ഡോക്ടറിന്റെ ഷാരുവിന്റെ പുസ്തകം പറ്റി ആകെ കൂടി കേട്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. ഈ മോട്ടിവേഷൻ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒന്ന്, നമ്മൾ നെഗറ്റീവ് ചിന്ത ഉണ്ടാകരുത്. നെഗറ്റീവ് ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ബൈബിളിൽ പറയും ഇയ്യോബ് എന്ന ആളുണ്ടായിരുന്നു. അയാളുടെ പറ്റി പറഞ്ഞ അയാൾ ഭയങ്കര സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം നശിച്ച് ഭയങ്കര എല്ലാം പടുകുഴി വീണു, നാശത്തെ പടുകുഴി വീണു. അപ്പൊ പുള്ളി പറഞ്ഞ വലിയ ദൈവഭക്തനെ വരുന്നത് മനുഷ്യനാ. എന്നിട്ട് അയാൾ പറഞ്ഞത്, ഞാൻ ഭയന്നത് എനിക്ക് സംഭവിച്ചു. ആടുമാടുകളൊക്കെ നശിക്കുന്നു, ഇല്ലാതായി പോയി, എന്താ ചെയ്യുന്ന ചോദിച്ചാൽ ഇല്ലാതായി പോയി. അങ്ങനെ നെഗറ്റീവ് ചിന്തകൾ വന്നാൽ അത് ഭവിക്കും, നമുക്ക് ഉള്ള നാശത്തേക്ക് പോകും. അത് ഷാലു വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് നല്ലത് വരാൻ പോകുന്നു, എനിക്ക് കഴിവുണ്ടാകാൻ പോകുന്നു, എനിക്ക് എൻ്റെ ശക്തി ഞാൻ ഉപയോഗിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ പോസിറ്റീവ് ചിന്തകൾ വളർത്തിയെടുത്താൽ തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കും എന്ന് ആ പുസ്തകത്തിൽ പറയുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു രോഗം ഉണ്ടാക്കി തന്നെ രോഗം മാറ്റുന്നത് മരുന്നൊന്നല്ല, ഞാൻ തന്നെയാണ് മരുന്ന് ആ രോഗം മാറ്റാൻ തയ്യാറെടുക്കുന്നത്. അപ്പം അങ്ങനെ എല്ലാ തരങ്ങളിലും, അതായത് ഇതിനെപ്പറ്റി പറഞ്ഞാൽ സയന്റിഫിക്കായിട്ട് പറയുന്നത് ഇന്റർ കോൺഷ്യസ്നസ്, നമ്മുടെ ബോധ മനസ്സിന് അകത്ത് ഉള്ള മനസ്സിൽ അതിൽ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചു കഴിഞ്ഞാൽ വിജയിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഭംഗിയായിട്ട് ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചത് എന്ന് തോന്നുന്നു. വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രസം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും അത് വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കേട്ടിടത്തോളം മനുഷ്യർക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്നത് ഒരു പുസ്തകമാണെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഷാലുവിന് എല്ലാ ആശംസകളും നൽകുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ദൈവാനുഗ്രഹങ്ങളും തുടർന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഡോക്ടറെ, അതിനകത്ത് നമ്മളിപ്പോ ഈ വൈദ്യ ഡോക്ടറോട് തന്നെയാണ് ഡോക്ടർ അത്രയും പറഞ്ഞതുകൊണ്ട് ഈ ഇപ്പോ ഹോമിയോപ്പതിയുടെ കൺസെപ്റ്റ് തന്നെ ഇങ്ങനല്ലേ, നമ്മളെ ഹീൽ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്, അങ്ങനല്ലേ? അതെ അതെ അതെ, നമ്മളെ ഹീൽ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അപ്പൊ ഈ ഒരു കാര്യം വരുമ്പോ ഈ പലരും ഈ രോഗങ്ങൾ വരുന്ന സമയത്ത് ആ രോഗങ്ങൾ ഇങ്ങനെ പർവ്വതീകരിച്ച് കാണും. ചെറിയൊരു എന്തെങ്കിലും കാര്യമായിരിക്കാം, അതിനെ ഇങ്ങനെ വലിയ രീതിയിൽ പർവ്വതീകരിച്ച് അത് പിന്നെ വലിയൊരു മഹാരോഗമാക്കി അല്ലെങ്കിൽ മാറാരോഗമാക്കി മാറ്റുന്നു എന്നാണ് എനിക്ക് എന്റെ ഒരു ഒബ്സർവേഷനിലൂടെ മനസ്സിലായിട്ടുള്ളത്. ശരിയാണോ? ചെറിയൊരു രോഗത്തെ പറഞ്ഞ് വലുതാക്കുന്നു, അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ചിന്തകളിലൂടെ അത് വലുതാക്കുന്നു, മറ്റുള്ളവരായിട്ട് സംസാരിച്ച് അത് വലുതാക്കുന്നു. അപ്പൊ അത് അതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നില്ലേ? ഞാൻ ഭയന്നത് എനിക്ക് സംഭവിച്ചു. അയ്യൂബ് പറയുന്നൊരു കാര്യമുണ്ട് അയ്യൂബിന്റെ പുസ്തകത്തില്, ഞാൻ ഭയന്നത് എന്താണോ അതെനിക്ക് സംഭവിച്ചു. ഇത് തന്നെയല്ലേ ഈ രോഗത്തിന്റെ കാര്യത്തിലും വരുന്നത്? അതെ, അത് തന്നെയാണ്. അതെ, അതിലൊരു പ്രശ്നമുള്ളത് ചിലർക്ക് അതേ പറ്റൂ. അത് ഇന്ത്യയുടെ പ്രത്യേകതയാണ്, ചിലർക്ക് അതേ പറ്റൂ. അല്ല, ഇപ്പൊ ഇതിനകത്ത് തന്നെ നമ്മുടെ ഒരു ക്ലാസ്സിൽ ഒരു ഡോക്ടർ പറഞ്ഞതാണ്, ഒരു ലേഡി ഇപ്പോ കോവിഡ് വരുമോ എന്ന് പേടിച്ച് അവസാനം കോവിഡ് വരുത്തി അവസാനം അവര് മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി, മരിച്ചു എന്നാണ് പറഞ്ഞത്. അതെന്താണ്? അവർക്കതേ പറ്റൂ. അവർക്ക് ആ ഒരു ഇൻഡിവിജ്വാലിറ്റിയുടെ പ്രത്യേകത അതാണ്.
അവരൊക്കെ ഭയങ്കര ആ ആ ഒരു ആൻസൈറ്റി ഉണ്ട്. അത് മാറ്റണമെങ്കിൽ ഇനിയിപ്പോ ഇതുപോലുള്ള പുസ്തകങ്ങൾ വായിക്കുക. അവർ അന്ന് വായിച്ചിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കൗൺസിലിംഗ് നേടിയിരിക്കണം. ഇല്ലെങ്കിൽ അവര് അങ്ങനെ തന്നെ ചെയ്യും. അവരൊക്കെ അങ്ങനെ പറ്റൂ. അങ്ങനെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള കൗൺസിലിങ്ങിന് പോകാൻ പറയുമ്പോഴേ പലരും ഈ ഞാൻ പറയാനെന്ന ഒരു കൗൺസിലിങ്ങിന് പോകും, ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് ചോദിക്കുന്നത് എന്താണോ, ഉം, അത് എനിക്ക് ഭ്രാന്തുണ്ടോ? ആ അതാണ് ആ അങ്ങനെ ഒരു അജ്ഞതയും കൊണ്ട് തെറ്റായ ഒരു അജ്ഞത അവരിലുണ്ട്. ഈ കൗൺസിലിങ്ങിന് പോകാൻ എനിക്ക് എന്താ ഭ്രാന്താണോ, അങ്ങനെയാണ് ചിലർ ചോദിക്കുന്നത്. അപ്പൊ കൗൺസിലിംഗ് അതൊരു എന്ന് പറയുമ്പോൾ തെറ്റിദ്ധാരണയാണ്. കൗൺസിലിങ്ങിന് പോകാൻ പറയുമ്പോ അതെനിക്ക് ഭ്രാന്തുണ്ടായിട്ടാണ് അയാൾ അങ്ങനെ പറയുന്നത് എന്ന് പോലും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പുറത്ത് പറയില്ല. ഇങ്ങനെ വെച്ചിരുന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കും. എന്നാ അത് നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്, ഒരു വേറൊരാളുമായിട്ടൊന്ന് ആശയവിനിമയം ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കൂല. ആ അതെ അതെ അതെ. ആ, ഇനി ഇതാ ധനേഷ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ധനേഷ് ഡോക്ടറെ സംസാരിച്ചോളൂ. ഷാലു പുസ്തകത്തെ കുറിച്ച് വിവരിച്ചിടത്തോളം അതിഗംഭീരമായിട്ട് തോന്നുന്നുണ്ട്. അത് വായിച്ചെങ്കിൽ മാത്രമേ അതിന്റെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഒഴുക്കിൽ ചിട്ടയോടുകൂടി അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും കേട്ടിടത്തോളം എല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്. ഇപ്പൊ ഇവിടെ ഈ ചർച്ചയിൽ തന്നെ പറയുകയുണ്ടായി ഈ ഹോമിയോപ്പതി എങ്ങനെയാണ്. അപ്പൊ നമ്മൾ പറയും വൈറ്റൽ ഫോഴ്സ് ആണ് നമ്മുടെ, അതിന് ഡീവിയേഷൻ വരുമ്പോഴാണ് നമുക്ക് രോഗം ഉണ്ടാകുന്നത്. വൈറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ജീവശക്തിയാണ്. അപ്പൊ അതിനെ ഉദ്ദീപിപ്പിച്ചിട്ട് അതിനെ അതുവഴിയാണ് രോഗം മാറ്റുന്നത്. ഒരിക്കലും ഇപ്പൊ പൊതുവെ എല്ലാവരും വിചാരിക്കും നമ്മളൊരു ആന്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ആന്റിബയോട്ടിക് അങ്ങോട്ട് ചെന്ന് രോഗാണുക്കളെ കൊന്ന് രോഗം മാറ്റുന്നു. ഇതാണ്. അല്ലെ ആന്റി വൈറൽ ഡ്രഗ് അങ്ങനെയാണ്, അല്ലെ ആന്റി ഫംഗൽ ഡ്രഗ് അങ്ങനെയാണ്. പക്ഷെ ഹോമിയോപ്പതി ഒരിക്കലും ഒരു മരുന്നും അങ്ങോട്ട് ചെന്ന് നേരിട്ട് ഒരു രോഗാണുവിനെയും കൊല്ലുന്നില്ല. അത് നമ്മളിപ്പോൾ നമ്മുടെ അതിന്റെ സയന്റിഫിക് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം പ്രതിരോധ സംവിധാനം നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട്. അപ്പൊ നമ്മളൊരു മരുന്ന് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ആ പ്രതിരോധ വിഭാഗത്തെ ഉദ്ദീപിപ്പിച്ചിട്ട് അണുബാധയാണെങ്കിൽ ആ ഒരു ശരീരം തന്നെ ആ പ്രതിരോധ സംവിധാനത്തെ ഉദ്ദീപിച്ച് ആ പ്രതിരോധ സംവിധാനം തന്നെയാണ് രോഗത്തെ മാറ്റുന്നത്. ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഒരു അണുവിനെയും കൊല്ലാനുള്ള ഒരു മരുന്നും ഒരു ഹോമിയോ ഡോക്ടറും കൊടുക്കുന്നില്ല. അപ്പൊ ഇതാണ് നമ്മളുടെ ചികിത്സാ സമ്പ്രദായവും മറ്റ് ചികിത്സാ സമ്പ്രദായവും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഈ മരുന്നപ്പൊ എവിടെ ആയിരിക്കണം ആക്ട് ചെയ്യേണ്ടത്? അത് അവന്റെ മനസ്സിലായിരിക്കണം. മനസ്സെന്ന് പറയുന്നത് നമുക്ക് അതും ഇൻവിസിബിൾ ആണ്. അത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് നമ്മൾ പറയുമ്പോൾ പറയും ബ്രെയിനിലെ ഒരു ഭാഗമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് കാണാൻ പറ്റാത്ത ഉള്ളിന്റെ ഉള്ളിലെ നമ്മുടെ മനുഷ്യന്റെ ഉള്ളിലാണ് ഈ മരുന്ന് പ്രവർത്തിക്കുന്നതും അത് വർക്ക് ചെയ്യുന്നതും. അപ്പൊ ഇത് തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ധാരാളം അമ്പലങ്ങളും പള്ളികളും ഒക്കെ ഉണ്ട്. ഈ ഏതെങ്കിലും ഒരു അമ്പലത്തിലോ പള്ളിയിലോ ആള് കുറയുന്നതായിട്ട് കാണുന്നുണ്ടോ? കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല അതെന്താ? ഒരിക്കലും. അന്ധവിശ്വാസം. അതെ തീർച്ചയായിട്ടും. അ- അതിന്റെ കാരണം ഈ ആൾക്കാർക്ക് എവിടെ ചെന്നിട്ടും അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ശമനം കിട്ടുന്നില്ല. അപ്പം ഒരു ആത്മീയ ശാന്തി അവിടെ ചെല്ലുമ്പോൾ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പം അത് ആത്മീയ ശാന്തി ഒരിക്കലും ഡയറക്റ്റ് ദൈവമായിട്ടുള്ള ഡയറക്റ്റ് കണക്ഷൻ അല്ലല്ലോ. അപ്പൊ അവരുടെ ആ ഒരു ഈ പറഞ്ഞ ജീവശക്തിയെ ഉദ്ദീപിക്കാൻ പറ്റിയ ഒരു അനുഭവം അവർക്ക് അവിടുന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടുന്നത് കൊണ്ടാണ് എനിക്ക് ഇന്ന പള്ളിയിൽ പോയി ഞാൻ ഇന്ന രീതിയിൽ പ്രാർത്ഥിച്ചപ്പം രോഗം ശമനം ഉണ്ടായി, അല്ലെ രോഗം മാറി, അല്ലെങ്കിൽ ഇന്ന അമ്പലത്തിൽ പോയി ഞാൻ ഇന്ന വഴിപാട് നടത്തി. അതൊരു വിശ്വാസമാണ്. അപ്പം ഇതൊക്കെ തന്നെയാണ്. ചിലതൊക്കെ നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. ചില രോഗികൾ ഒന്ന് പറയുമ്പോൾ ഡോക്ടറെ ഇന്ന ഒരാൾക്ക് ഇന്ന പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഇതെല്ലാം ശരിക്ക് നമ്മുടെ ജീവശക്തി എന്ന് പറയുന്നത്, വൈറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് തന്നെയാണ്. മൈൻഡിലാണല്ലോ ഇതെല്ലാം ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഡോക്ടർ എഴുതിയ ഡോക്ടറെ അതെ, ആ അതിനകത്ത് ഡോക്ടറെ ഇപ്പൊ എന്റെ ചെറുപ്പത്തിൽ എനിക്ക് ഈ അനുഭവം ഉള്ളതാണ്. അതായത് നമ്മളിപ്പോ ഒരു ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ആ ഡോക്ടർ എന്നെ കണ്ടിട്ട് പറയും, മോനെ ഒരു അസുഖവും ഇല്ലല്ലോ, നല്ല കുട്ടപ്പനായിട്ട് ഇരിക്കുകയാണല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ വിശ്വസിക്കും ശരിയാണോ. എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ആ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് വാക്കുകൾ കൊണ്ട്. അതെ വാക്കുകൾ കൊണ്ട് അദ്ദേഹം മായാജാലം തീർക്കും. മനസ്സിലായില്ലേ? അപ്പം വളരെ അസ്വസ്ഥമായിട്ട് ഞാൻ ചെന്നാൽ എനിക്ക് തന്നെ തോന്നി ശനി എനിക്ക് തോന്നിയതാണ്, എനിക്ക് പനിയാണെന്നുള്ളത് കുഞ്ഞുനാളിലെ. അപ്പൊ ആ അതെ സമയത്ത് അതെ എന്ത് നമ്മൾ സ്വീകരിക്കുമല്ലോ. അപ്പൊ ആ അതെ അത് ഡോക്ടർ ആ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യുമ്പോൾ വാക്കുകൾ കൊണ്ട് ഒരു അത്ഭുതം തീർക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്റെ പകുതി അതെ ദിവസവും അവിടെ ഒരു മാറുമായിരുന്നു.
അപ്പൊ അതൊക്കെ അതെ ഇതിനകത്ത് വരുന്നുണ്ട്. വളരെ രസകരമായ രീതിയിൽ ഞാൻ അതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതെ ഓക്കെ, ഇത് അതൊക്കെ തന്നെയാ. പണ്ടത്തെ ഡോക്ടർമാരാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അല്ലെ അന്ന് അല്ലെ കാലത്ത് ആ എന്റെ ഡോക്ടർമാരൊക്കെ കുട്ടിക്കാലം 10-30 ആ വർഷം പഴക്കമുണ്ട്. പക്ഷെ ഇപ്പൊ അല്ല അങ്ങനെ പറയുന്ന ഡോക്ടർമാര് കുറവായിരിക്കും. അല്ല, ഹോമിയോപ്പതിക്കാരല്ല, അലോപ്പതി. അതെ അല്ല അല്ല ഇപ്പോഴ് ഒരാളെ ആ, കാണുമ്പോഴേ എവിടെയാണ് രോഗം എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് സ്കോപ്പിയാണ് ചെയ്യേണ്ടത്? എൻഡോസ്കോപ്പിയാണോ, ഗാസ്ട്രോസ്കോപ്പിയാണോ, കൊളോണോസ്കോപ്പിയാണോ, അതോ ആ. നമുക്ക് അബ്ഡോമിനൽ സ്കാനാണോ, പെൽവിക് സ്കാനാണോ, MRI ആണോ? ഇങ്ങനെയാണ് ഒരു ഡോക്ടർ ചിന്തിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ഉം. ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ആ രീതിയിലോട്ട് മനുഷ്യനെ അല്ല, മനുഷ്യന്റെ ഏത് ഭാഗമാണോ പ്രശ്നം ആ ഭാഗത്തെ കറക്റ്റ് ചെയ്യുക, ആ, ചെയ്തു കഴിഞ്ഞാൽ രോഗാവസ്ഥ മാറും എന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്യാൻസർ ചികിത്സയിൽ ഏറ്റവും കൂടുതൽ ഭാഗങ്ങൾ മുറിച്ചു മാറ്റപ്പെടുന്നത്. യഥാർത്ഥത്തിൽ മുറിച്ചു മാറ്റപ്പെടാതിരുന്നാൽ തന്നെ പല കാര്യങ്ങളും ഭംഗിയായിട്ട് നമുക്ക് ആൾക്കാർക്ക് കൂടുതൽ കോംപ്ലിക്കേഷനിൽ പോകാതെ ചിലപ്പോൾ വർഷങ്ങളോളം ജീവിക്കാൻ പറ്റും. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് മുറിച്ചു മാറ്റുക തന്നെ വേണ്ടി വരും. അപ്പൊ ഇത് എവിടെയാണ് മാറ്റേണ്ടത്, എപ്പോഴാണ് മാറ്റേണ്ടത്, ഇതിലാണ് കൺഫ്യൂഷൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ മനുഷ്യന്റെ മനസ്സിനെ കുറെ കൂടി ശാന്തത കിട്ടുന്നതിനും അതുപോലെ തന്നെ അവരുടെ ഉള്ളിലെ ചില തെറ്റായ ധാരണകൾ മാറ്റുന്നതിനും ഇപ്പൊ ഡോക്ടർ ഷാനി പറഞ്ഞ പോലെ തന്നെ കൗൺസിലിംഗ് പോകണമെന്ന് പറയുമ്പോഴത്തേക്ക് അതെന്തോ എനിക്കെന്തോ കുഴപ്പമായതുകൊണ്ടല്ലേ ആ ഡോക്ടർ പറയുന്നത്. പക്ഷെ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന അതല്ല. നമുക്ക് നമ്മുടെ പ്രശ്നം എന്താണെന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താൻ മറ്റൊരാൾക്ക് പറ്റുമെങ്കിൽ, അത് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം വളരെ ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. അതാവണം കൗൺസിൽ. അങ്ങനെ ഓക്കെ, ഉള്ളതൊക്കെ കൗൺസിൽ ഹരീഷ് ഡോക്ടറെ, ചെയ്യാവുള്ളൂ. നമുക്ക് ഇനി നമ്മുടെ സീനിയേഴ്സ് അമ്മമാരൊക്കെ ഉണ്ട്, അമ്പാടിയമ്മ, ശാന്താമ്മ, അവരൊക്കെ എന്താ പറയാൻ ഉള്ളതെന്ന് ചോദിക്കാം. അമ്പാടിയമ്മ ഉണ്ടോ? അമ്പാടിയമ്മയ്ക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഷാലു രാജന്റെ പുസ്തകത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഷാലു, ആ പുസ്തകത്തിന്റെ പ്രൈസ് എത്രയാ? അത് കേക്കാമോ? പ്രൈസ് വരുന്നത് 300 കേട്ടോ. ഇത് പബ്ലിക്കേഷൻസ് 300. ആണ്. അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്പർ ഞാൻ തരാം. അവർ അയച്ചു തരും, ജമാ മാഡം. ഓക്കെ ഓക്കെ. അപ്പോൾ എനിക്ക് നമുക്ക് ആർക്കെങ്കിലും പ്രസന്റ് ചെയ്യണമെങ്കിലാണ് നമുക്കത് ഇത് ചെയ്യാലോ. ഓക്കെ, ആ, ഇത് വായിച്ചിട്ട് തീർച്ചയായിട്ടും. പറയാം. വായിച്ചിട്ട് നമ്പർ ഓക്കെ ഓക്കെ. എന്തായാലും അയക്കും ഷാലു. ഓക്കെ, അപ്പൊ നമ്പർ അയക്കും. അമ്പാടിയമ്മ ഞാൻ വായിച്ചിട്ട് പറ. നമ്പർ ഞാൻ ഷെയർ ചെയ്തേക്കാം കേട്ടോ. ഇവിടെ തന്നെ ഷെയർ ഓക്കെ ചെയ്തു. ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു ഷാലു, മാഡം, ഓൾ ദ താങ്ക് യു. ബെസ്റ്റ്. താങ്ക് യു മാഡം, താങ്ക് യു. ഓക്കെ നമ്പർ ഓക്കെ ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ആ അടുത്തത് ഷെയർ ചെയ്തിട്ടുണ്ടോ നമ്പര്? നമ്മള് മറ്റേ അഡ്വൈസറി കമ്മിറ്റിയിൽ ആ ഗ്രൂപ്പിലൂടെ ഒന്ന് ഇട്ടേക്കണേ. ഇട്ടേക്കാം. ഓക്കെ, അടുത്തത് ശാന്താമ്മ ഉണ്ടല്ലോ. ശാന്താചന്ദ്രൻ മാഡത്തിന് സംസാരിക്കാം. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം മാഡം. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നല്ലൊരു ബുക്കാണ്. അത് വായിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അനുഭവങ്ങൾ ഉണ്ടാകും. ഇന്നത്തെ നമ്മുടെ കുട്ടികളുടെ ലൈഫിൽ നമ്മൾ സമൂഹത്തിൽ കാണുന്ന ഈ കോൺഫിഡൻസ് ഇല്ലായ്കയും പിന്നെ എന്താ പറയുക, സ്വയം രോഗിയാന്നുള്ള ഫീലിങ്ങും ഫിയറും ക്യാൻസർ ഭയവും എല്ലാത്തിനും ഒരു നല്ലതായിരിക്കും. അതിന് നല്ലത് തന്നെ, നല്ല ഒരു അനുഭവമാണ് ഇപ്പോൾ പറഞ്ഞു കേട്ടെടുത്തോളം. ഇനി ബുക്ക് കിട്ടട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് ശാലുവിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഒരുപാട് ഓക്കെ ബുക്കുകളുടെ മാഡം. ഓക്കെ, ആവട്ടെ. ശരി. താങ്ക് യു, താങ്ക് ഓക്കെ യു. ഓക്കെ, ശാന്താചന്ദ്രൻ മാഡം, സന്തോഷം. ബാടിയമ്മ അവരെല്ലാം പറഞ്ഞു. ഇനി ആരെങ്കിലും ഈ ബുക്കിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ എന്തെങ്കിലും സംശയങ്ങളോ കൂട്ടിച്ചേർക്കലോ ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. 27 ഏകദേശം നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയവുമായി. മറിയാമ്മ ഡോക്ടറെ വിളിക്കാം. മറിയാമ്മ ഡോക്ടർക്ക് പുസ്തകത്തിനെ കുറിച്ചുള്ള അഭിപ്രായവും ഒപ്പം ഈ പുസ്തകത്തിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ നമ്മളോടൊപ്പം കൂടിയ ശ്രീ ഷാലു രാജന് നന്ദിയും കൂടി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. മറിയാമ്മ ഡോക്ടറെ. നന്ദി ശൈല ഡോക്ടറെ.
എന്തായാലും വളരെ നല്ലൊരു നല്ലൊരു വെബിനാറാണ് നടന്നത്. സ്വന്തം ജീവിതാനുഭവത്തിലൂടെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾക്കുമാകാം ഹീറോ എന്ന ഒരു പുസ്തകം രചിക്കുകയും അനേകർക്കും പോസിറ്റീവായിട്ടുള്ളൊരു ചിന്തയിലേക്ക് കൊണ്ടുവരാനും ശ്രമിച്ച ഷാലുരാജിനെ അഭിനന്ദിക്കുന്നു. ഈ പുസ്തകത്തിലൂടെ അനേകം ഹീറോ ആയി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. മാത്രമല്ല തുടർന്നും ഇതുപോലെയുള്ള അനേകം മോട്ടിവേഷൻ പുസ്തകങ്ങൾ എഴുതുകയും അനേകം പേരുടെ ജീവിതം വിജയത്തിലെത്തിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ഈ സ്വന്തം പുസ്തക പരിചയപ്പെടുത്തലിന് വളരെ വിജയമാക്കി തീർത്ത ശ്രീ ഷാലുരാജന് IFPHന്റെയും ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ബാക്കി ഭാഗവുമായി എത്രയും വേഗം വരണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുകയും കൂടി ചെയ്യുന്നു. ഇതിലൂടെ ഞങ്ങൾക്കും ഒരു നല്ല ധൈര്യമാണ് കിട്ടുന്നത്. ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളും ഈ 15 ചാപ്റ്ററിലൂടെയും നല്ല ഒരു 17 അധ്യായങ്ങൾ പറഞ്ഞു അല്ലേ, അതിലൂടെ നല്ല ഒരു മോട്ടിവേഷനാണ് ഞങ്ങൾക്കും കിട്ടിയിരിക്കുന്നത്. ഇത് എല്ലാത്തിനും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. മറിയാമ്മ ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്തായാലും എല്ലാവരും ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയാൽ കൊള്ളാന്നുള്ള ആവേശത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും ഫോൺ നമ്പറൊക്കെ ചോദിച്ചത്. അപ്പൊ എന്തായാലും ഷാലുവിന്റെ പുസ്തകം ഒരു ഹീറോ ആയി മാറട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്പർ ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഷെയർ ചെയ്തിട്ടുണ്ട്. കോൺടാക്ട് ചെയ്താൽ മതിയല്ലേ? അതിൽ വിളിക്കണം, അതിൽ വിളിച്ച് പുസ്തകം മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ. അപ്പൊ എല്ലാവർക്കും പുസ്തകം കിട്ടട്ടെ, എല്ലാവരും വായിക്കട്ടെ, എല്ലാവർക്കും നല്ലൊരു മോട്ടിവേഷൻ ഉണ്ടാവട്ടെ, പുസ്തകം വലിയൊരു ഹീറോ ആയി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഷാലുരാജന് എല്ലാവിധ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ടും ഇന്ന് കൂടിയിരുന്ന എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാളം വിഭാഗം പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.